കിടപ്പ് കണ്ടോ? എവിടാണ്? ചിലപ്പോ ചൊവ്വാഴ്ച ആയിട്ട് വരും. ഇനി കൊലായും കൂടി ഒന്ന് ഒരു തണലുണ്ട്. ഈ തണൽ വേഗം അടിച്ചടിയാൻ നിൽക്കട്ടോ. നീളല്ലാത്ത എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് എല്ലാവരും നീളം വെക്കല്. നല്ലോണം വൃത്തിയാക്കി കേക്ക് പുറത്തുനിന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയാവല്ലോ എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് എടുത്തതാണ് ചെമ്പും പാത്രമൊക്കെ. അപ്പൊ പുറത്തുനിന്ന് കഴുകിയിട്ട് പന്തലൊക്കെ കെട്ടിയതാ. പന്തലിനൊക്കെ എന്താ പന്തൽ ഇങ്ങോട്ടേക്ക് കെട്ടണം. ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് കെട്ടാണ്ട് എന്തൊക്കെ വിത്താന്നുള്ള ഇതിന്റെ ഒരു വ്ലോഗ് നമ്മൾ ഇട്ടില്ല. ഓ വ്ലോഗ് ഉണ്ടാക്കുന്ന വീഡിയോന്റെ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അതായത് അതിപ്പോ നോമ്പൊക്കെ ആവാനായി കുറച്ച് ദിവസം കൂടി ഉള്ളു. അപ്പോഴാണ് നമ്മളെ ഈ നനച്ചുളിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ സ്വതവേ അല്ല നമ്മളിപ്പോ കൂടിയിട്ട് ഇപ്പൊ 2 മാസം ആയിട്ടുള്ളൂ. വലിയ പണികളൊന്നും നമുക്കില്ല. അതാ പിന്നെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഈ അടുക്കള മെയിനായിട്ട് നമ്മൾ അടുക്കളയും പുറത്തുമാണ് മെയിൻ ചണ്ടികൾ വരുന്നത്. കാരണം അടുക്കള അധികം ഞാൻ വേഗം പണി കഴിച്ച് വേഗം അകത്തേക്ക് പോണ സമയമാണ്. അകമൊക്കെ പിന്നെ നല്ല ഫുൾ രാത്രിയാണ് അകത്തൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയത്. അതപ്പോ അകത്തൊന്നും വൃത്തിയാക്കാനില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫർസുവട ജനാല പെയിന്റ് അടിക്കുന്നു, കസാര ചെമ്പ് പാത്രം മുഴുവനും കഴുകാറുണ്ട്. ഇന്നത്തെ നനച്ചുകുളിയാണ് ഗൈസ്. നോമ്പ് പ്രമാണിച്ച് നനച്ചുകുളി. മാറാമലുണ്ട്, ഫുള്ള് മാറാമല. പക്ഷെ മാറാമല തട്ടേണ്ട ആ സാധനം വടി ഇവിടെ ഇല്ല. ഇവിടെ നമ്മളെ പടിപ്പറ്റ കൊടുവള്ളിയാണ് ഉള്ളത്. അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പൊ ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഞാൻ അശിരാവെന്ന് പറയും നമ്മളെ മട്ടലില്ലേ, മട്ടലിന്റെ മുകളിൽ ഓലക്കണി കെട്ടിയിട്ട് അയ്യോ ഞാനൊരു വീണാവാനതാ അങ്ങേ തന്നെ ഇവിടെ ഒറ്റ മാറാലൊക്കെ എനിക്ക് ഫുള്ള് മാറാല. ഈ പെണ്ണുങ്ങൾ തട്ടിയാല് മാറാല വേഗം ഉണ്ടാവും എന്ന് പറയുന്നേക്ക. അത് സത്യാണോ? അല്ല ആഴ്ച ഇമ്മിയൊക്കെ പറഞ്ഞു പെണ്ണുങ്ങൾ മാറാനടിച്ചാല് പെട്ടെന്ന് വേഗം മാറാൻ. ഇവിടെ ഒക്കെ മാറാമ തട്ടി ഞാനും ഉമ്മയാണ്. അതിനെക്കൊണ്ട് പെട്ടെന്ന് മാറാമല. അതിന്റെ മുന്നേ തട്ടിയ ഞാനാണ്. അതിനെ കൊണ്ടാണ് 3 ദിവസം കൊണ്ടാണ് ഇവിടെ മാറാമല. അങ്ങനെയൊന്നുമില്ല. ഈ പ്രാവശ്യം നിങ്ങൾ മാറാമല തട്ടി വെക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാവോ ഇല്ലയെന്ന് നോക്കാം. അപ്പൊ ഇന്നത്തെ നമ്മള് വീഡിയോ തന്നെ നനച്ചുകൂടിയാണ്. എനിക്ക് കുറെ പാത്രത്തില് പൊടികളൊക്കെ ഇട്ട് വെക്കാണ്ട്, ഫ്രിഡ്ജ് നന്നാക്കാണ്ട്, അടുക്കളന്റെ വാഷ് ബേസ് നന്നാക്കാണ്ട്, സവനപ്പിന്റെ കുപ്പിയില് സുർക്ക ഒഴിച്ചു വെക്കുന്നു, ചായപ്പൊടി അടിച്ചു വെക്കുന്നു. അടുപ്പ് മെയിൻ ആയിട്ട് ഞാൻ ഇന്നലാണ് അടുപ്പൊന്ന് യൂസ് ചെയ്തത്. അതിന് മുന്നേ അടുപ്പൊന്ന് കുറെ ആയി അടുപ്പൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പൊ അടുപ്പിനുള്ളിലത്തെ മറ്റേ കണല് ഇന്നലെ ഉമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഉമ്മ ആദ്യമായിട്ട് അടുപ്പ് തീ കത്തിച്ചു. അപ്പൊ ഈ അടുപ്പൊന്നാണൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട്, പിന്നെ ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം. പിന്നെ നമ്മളെ ഈ സ്റ്റോർ റൂമ് ഒക്കെ ഓക്കെയാണ്. സ്റ്റോർ റൂം അന്നാൾ ഞാൻ വൃത്തിയാക്കിയ. സ്റ്റോർ റൂമിലൊന്നും പണിയില്ല. മാറാറുണ്ട്. പിന്നെ ഈ വാഷ് ബേസ് ഒക്കെ 4 കുഴിത്ത് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഉണ്ടാക്കാണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ നമ്മൾ പുറത്ത് ഫുൾ അടിച്ചാരി വൃത്തിയാക്കാണ്ട്, പുറത്ത് ചെറിയൊരു അടുക്കള ഉണ്ട്, അത് വൃത്തിയാക്കാണ്ട്. നമ്മളെ ആദ്യം നമ്മൾ അടുപ്പൊക്കെയാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. ഈ എന്താ പറയാ അടുപ്പിന്റെ ഉള്ളിൽ 2 മാസത്തെ വെണ്ണീരുണ്ടാവും. വെണ്ണീരുണ്ടാവും. 2 മാസത്തെ വെണ്ണീര് കാരണം ഇവിടെ അടുപ്പ് കത്തിക്കലില്ല. അല്ലല്ല ഞാൻ ഗ്യാസിന് പറയുമ്പോൾ ഗ്യാസ് തീരാനായിട്ട് നമ്മളടുത്താണെങ്കിൽ ഒരു കുറ്റിയേ ഉള്ളൂ. ഗ്യാസ് എപ്പോഴാ തീരാനാരെങ്കിലും നിങ്ങളെ വീട്ടിൽ 4 കുറ്റി ഉണ്ടെങ്കിൽ ഒന്ന് തരേണ്ടതാണ്. അല്ല ഇത് എപ്പോഴാ തീർന്ന് പോയാല് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേക്ക് തീർന്നു. അപ്പഴത്തെ ഗ്യാസുകാരനെ കിട്ടൂലല്ലോ. നമ്മളതാണ് ഇന്ത്യന്റെ ഗ്യാസുമാണ്. അവിടെ ആണെങ്കിൽ പാടിപ്പറ്റുള്ള 2 എന്റെ കൈമേലൊക്കെ കാര്യമായി. അപ്പൊ കണലൊക്കെ വാരി ഇനി നമുക്ക് ഇത് തുടച്ച് വൃത്തിയാക്കി. ഇവിടെ കണലത്ത് ഞാൻ കടലാസ് വെക്കുക. അപ്പൊ അടുപ്പ് വേഗം കത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി അടുക്കളത്ത് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത്. കാരണം പുറത്ത് നല്ല വെയിലാണ്. അപ്പോൾ പുറത്ത് കുറച്ച് പണി എനിക്ക് ബാക്കിയുണ്ട്. അപ്പോൾ പുറത്തത്തെ വേഗം എടുത്തിട്ട് അകത്തത് എടുക്കാൻ വിചാരിച്ചു. കാരണം കുറച്ച് അടിച്ച് വരാൻ ചണ്ടിയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്. അവിടെ പാത്രങ്ങളാണ്. ഇതൊക്കെ നല്ലോണം. പിന്നെ പാത്രവും നല്ലോണം തേച്ച. കാരണം അകത്ത് സമ്മതിച്ചു 2 മാസം മുന്നേ അല്ലല്ല 10 മാസം മുന്നേ കഴുകി വെച്ചതാ. അപ്പൊ ഈ ചെമ്പും പാത്രമൊക്കെ നല്ലോണം വൃത്തിയാക്കി കേൾക്കും. പുറത്തുനിന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയാവല്ലോ എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് എടുത്തതാണ് ചെമ്പും പാത്രമൊക്കെ. അപ്പൊ പുറത്തുനിന്ന് കഴുകിയിട്ട് ഇത് ചവയിലൊക്കെ ഒന്ന് തീയിട്ട് കത്തിക്കാണ്ട് പുറത്ത് ആ അടുപ്പിലാണ് പമ്പേഴ്സ് ഇപ്പൊ ഒന്ന് കത്തിക്കാണ്. കാരണം അതിലാണ് ഇപ്പൊ ഞാൻ പമ്പേഴ്സായി കത്തിക്കുന്നത്. കാരണം ജെല്ലൊക്കെ ഒഴിവാക്കിയ പമ്പേഴ്സാട്ടോ കത്തിക്കുന്നത്.
ഇനി ആ വിറകൊക്കെ ഇന്നലെ വന്നപ്പോ ഇവിടെ ഗ്യാസ് തീർന്നതുകൊണ്ട് തീരുന്ന് പറഞ്ഞിട്ട് വിറകൊക്കെ കത്തിച്ചു നോമ്പ് തുറ വയ്ക്കേണ്ടതാണ് ഈ വിറകൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ നവംബർ നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് എല്ലാരും കൂടി വിളിക്കണം അല്ലേ? എല്ലാ 3 ലക്ഷം ആൾക്കാർ കൊള്ളു ആവോ. അപ്പൊ നോമ്പറ നമ്മള് വെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുന്നായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തണം. ചവയിലൊക്കെ കത്തിക്കാണ്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചാടി വൃത്തിയാക്കാൻ. അപ്പൊ ആദ്യം ഞാൻ ചെമ്പും പാത്രമൊക്കെ ഒന്ന് കേൾക്കാട്ടോ. ചെമ്പൊക്കെ പുറത്തുനിന്ന് കേൾക്കാനേ കുറച്ച് വൃത്തിയൊക്കെ കിട്ടുള്ളൂ. ആ പണി അങ്ങോട്ട് വെളുക്കട്ടെ, കരിയിട്ട് ഇങ്ങോട്ട് വരുത് ഇതിട്ട് തേച്ചതാ. ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ബാക്കി പണി ഞാൻ കാണിച്ചു. വെളുത്തിയില്ലട്ടോ, വെളുത്തിയില്ലേ പരാതി അറിയും. പിന്നെ പരാതിയൊന്നുമില്ല. അത് ഞാൻ കഴുകിയത് അത് പുറത്ത് നല്ലോണം ചേരിട്ട് നല്ലോണം തേച്ചേക്കാന്ന് വിചാരിച്ചതാ. നമ്മൾ പാത്രമൊക്കെ കേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് എസിൽ എണീച്ച് തെച്ചിലെന്താ അടുക്കളയെ കൊണ്ട് വെച്ചേക്കിട്ട് കൊത്തിലീല്. ഈ മരത്തുമ്മേൽ ചക്ക ഉണ്ടാകാനായില്ല. ഇത് മറ്റേ എന്താ ഈ ചക്കന്റെ പേരെന്താ? കൊട്ടൻ ചക്ക. ചെറിയ ചക്കല്ലേ നമ്മള് മുള്ളുള്ള ചക്ക. മുള്ളൻ ചക്കൻ്റെതാണ്. അപ്പൊ ഇനി ഈ വേസ്റ്റ് ഒക്കെ ഇവിടെ നല്ലോണം ഒട്ടും കൂടി വേസ്റ്റ് ഒക്കെ ഉണ്ട്. ആ വേസ്റ്റ് ഇങ്ങോട്ടേക്ക് വാരിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കണം. 3 ദിവസം അടിച്ചാരി കൂട്ടി വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഒക്കെ അങ്ങോട്ട് കിട്ടാറ്. പ്ലാസ്റ്റിക് മറ്റേ വേറെ ഇതിൽ കത്തിക്കാനുള്ളതാ അല്ലേ? അപ്പൊ അതാ ഞാൻ എന്നെ കൊണ്ട് പറ്റൂലെന്നും പറഞ്ഞിട്ട് ഞാൻ ചെയ്തോളാന്നും പറഞ്ഞിട്ട് കൊണ്ട് മണ്ടാണ് ഒരുത്തന്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൂല, എന്നിട്ട് ഞാൻ ചെയ്താൽ വൃത്തിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ വൃത്തിയാവുകയോ? പറയ് എന്തോ പറയാമതാ. ഇതാ ഫുള്ള് കാര്യം ഇനിയും വരാനൊക്കെ ഉണ്ട്. കത്തിക്കോ കത്തിക്കോ, അമ്മായിന്റെ മോനാണല്ലോ അപ്പൊ കത്തു. എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റത്തെ ഫ്ലെയിമിൽ തന്നെ കൊളുത്തി. തീ കത്തിക്കാനൊക്കെ ഏതായാലും പുക വന്നിക്കണ്. എന്നാ ഞാൻ വെയിലാണ് കറുത്തു ഇങ്ങോട്ട് പോരും. ആ പ്ലാസ്റ്റിക് ആയിട്ടല്ല. ഇനിയിപ്പോ എന്താ പണി? എന്റെ പച്ചക്കറി ഉണ്ടായത് കണ്ടില്ലല്ലോ. വാർപ്പിന്റെ മുകളിൽ കയറ്റണം നോക്ക്, അതിനാണ്. നമുക്ക് വാർപ്പിന്റെ മുകളിൽ പോവാം. ഇവിടെ ഒരാൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ട് ഒരാളെ ഞാൻ കൊട്ടയിൽ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നു. അടുക്കളയിലാക്കിയതാണ്. കിടക്കുന്ന കിടപ്പ് കണ്ടോ? എവിടാണ് നമ്മളെവിടാണ്? എവിടാണ്? അപ്പിട്ട് വെച്ചിക്കണ് കൊച്ചു കള്ളി. ഇതിനാണ് ചിരിക്കി നോക്ക് അപ്പിട്ട് വെച്ചിക്കണെന്ന് പറഞ്ഞപ്പോ ചിരിക്കി നോക്ക്. ആടി അപ്പിട്ടീനാ എപ്പിട്ടീനാ ഈ വരുന്ന വാർപ്പിന്റെ മുകളിലേക്ക് വരുന്ന നമുക്ക് വാർപ്പിന്റെ മുകളിൽ പോവാ. ഈ വരുന്ന വേണ്ട ഇവിടെ കൊത്തിന് വെയിലാണ് അവിടെ. എന്നാ പച്ചക്കറി കാണിച്ചിട്ട് വരാം കേട്ടോ. അവിടെ കെട്ടിയ ഇത് രസമുള്ള മുറ്റാണ് നോക്ക്. മുറ്റൊക്കെ അടിച്ചാരാണ്ട് വെയില് കൂടിപ്പോയി. വെയില് കൂടിയാൽ ഇതൊന്നും ഇവിടെ അടിച്ചാരാൻ പറ്റൂല. ഒരു ദിവസം ഇവിടെ അടിച്ചാരിയില്ലെങ്കിൽ ഭയങ്കര. ഇപ്പൊ മാത്രമല്ല നമ്മളെ പച്ചക്കറിയൊക്കെ ഏകദേശം കുറച്ചൊക്കെ വലിപ്പം വെച്ചിട്ട് 2 ആഴ്ച നട്ടിട്ട്. 2 ആഴ്ച ഉണ്ടാവും. 2 ആഴ്ച ഒന്നും ആയില്ല. 2 ആഴ്ച പന്തലൊക്കെ കെട്ടിയതാ. പന്തലിനൊക്കെ എന്താ പന്തൽ ഇങ്ങോട്ടേ കെട്ടണം. ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് കെട്ടാണ്ട്. ഇതെന്തൊക്കെ വിത്താന്നുള്ള ഇതിന്റെ ഒരു വ്ലോഗ് നമ്മൾ ഇട്ടില്ല. അതായത് വത്തൊക്കെ ഉണ്ട്. ഫുള്ള് ഫോറിൻ പച്ചക്കറികളാട്ടോ. ഫോറിൻ വൈതിരി 3 തരം വൈദ്യനുണ്ട്. ഉണ്ട വൈദ്യന അതാ ഇവിടെ അതിന്റെ സാധനങ്ങളൊക്കെ നമ്മളെ നിലത്ത് എടുക്കുന്ന ബോളും തക്കാളി മത്തനുണ്ട്. പിന്നെ ഒരു വിത്ത് മാത്രം ഉണ്ടാവുന്നില്ല. ഇത് മാത്രം ഉണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു പച്ചമുളക് കാണുന്ന ഇത് മാത്രം ഉണ്ടായില്ല. ബാക്കി എല്ലാം ഒരു വിധം എല്ലാം ഇങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ടാ പോണേ? വഴി ഇങ്ങോട്ട് പോവാ. കായ് ഉണ്ടാവാനായിട്ടോ. നമ്മളെ മല്ലിയില ഉണ്ടായത് ദിവസം ഇത് പുറത്തുനിന്നൊന്നും മല്ലിയില വാങ്ങേണ്ട ആവശ്യമില്ല. മല്ലിയിലൊക്കെ ഉണ്ടാവേണ്ട. ഇതെന്താ എനിക്ക് മനസ്സിലായത്. ആരോ കമന്റ് ഇട്ടിട്ടുണ്ട് ഈറ്റ അത്ര ചെറിയ പോണ്ട് കുഴിച്ചിട്ട് ഉണ്ടാവൂല. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഉണ്ടായല്ലോ. പക്ഷെ അതോടെ ഉണ്ടായി സാധനം ഉണ്ടാവുമ്പോൾ ഒരു മനസ്സിനൊരു കൊള്ളി ഉമ്മ ഉണ്ടാവും. നമ്മൾ ചീരൊക്കെ ഒന്ന് മുറ്റത്തേക്ക് നടണമെന്നുണ്ടായിട്ട്. പിന്നെ ഇതെന്താ? ഇത് തക്കാളിയാന്ന് തോന്നുന്നു. തക്കാളിയാ എന്തൊക്കെയോ ഉണ്ട്. മുരിങ്ങ ഇതൊക്കെ ഉണ്ട്. ചെരങ്ങ ഉണ്ട്. ഇതിപ്പോ ഉണ്ടായി ആയിട്ടില്ലല്ലോ. കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. ചീര 2 തരം ചീരൊക്കെ ഉണ്ട്. തക്കാളിന്റെ ഉള്ളിൽ കൂടെ ചീര ഉണ്ടായി നോക്കൂ. അല്ലല്ല അത് തക്കാളി വേറെ ഇലാണ് കാക്കൂ. ഇത് എനിക്ക് തോന്നാ ഐസ് എന്തോന്ന് ഇതാക്കിയപ്പോ വിത്ത് ഇതിലേക്ക് വീണോ. ഐസ് കുറെ വിത്ത് എടുത്തിട്ട് ഇതിലേക്ക് കൊണ്ടുപോയിട്ടീനല്ലോ. അപ്പൊ ചെമ്പും കസാലയൊക്കെ തേച്ചോറാണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നമ്മളെ മറ്റേ
പറയാ എന്തിന്റെ ഇല ഉണ്ട്? കവുങ്ങിന്റെ ഇല ഉണ്ട്. കവുങ്ങിന്റെ ഇല, കവുങ്ങിന്റെ പട്ട, കവുങ്ങിന്റെ പട്ട, ഓല, ഓല, കവുങ്ങിന്റെ ഓല. ഇതിനെ കൊണ്ട് കെട്ടിയ കവുങ്ങിന്റെ ഇല, ഇതിനെ കൊണ്ട് കെട്ടിയിട്ട് റെഡി ആവുന്നില്ല. ഇത് ഞാൻ അവിടെയൊക്കെ മാറാമെന്ന് വെച്ചോക്ക് അതൊക്കെ ഒന്ന് ഇതാക്കാൻ. ആരെ പറഞ്ഞാൽ വിവരമില്ലാണ്. ഇതിന്റെ സാധനമൊന്നും വേണ്ട, ഇതെല്ലാം മതി. ഇവിടെയൊക്കെ കത്താൻ ആ റൂമിൽ അഴിച്ചു കെടുക്കുന്നതിനെ കൊണ്ട് ഇവിടുന്ന് ഓവർ സംസാരിക്കാൻ പറ്റും. അതൊക്കെ എവിടെ ഉണ്ടാകാൻ പാടില്ല. നാളെ ഉമ്മ ഇങ്ങോട്ട് വരുന്നേറ്റ് ചീത്തയൊക്കെ. അല്ല, ഉമ്മ തന്നെ വന്നപ്പം ചോദിച്ചു, എല്ലാം എന്റെ പണിയൊക്കെ കഴിഞ്ഞോ? മാറാമ്പലേ എല്ലാ പണിയും ഇവിടെ കിട്ടുന്ന ഞാൻ പറഞ്ഞു ഒന്നും കഴിഞ്ഞിട്ടില്ല, എന്റെ തിരക്ക് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഇതൊക്കെ വന്നാക്കാനാണ്. അപ്പൊ പുറമത്തെ കഴിഞ്ഞിട്ട് വേണം ഇനി ആത്ത പണിയെടുക്കാൻ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേണം പറിച്ചു ഇതൊക്കെ കഴിച്ചു നോക്കാൻ. ഇത് പറിച്ചു തീയിട്ട് നശിപ്പിച്ചാന്. ഞാൻ തീയിട്ട് നശിപ്പിച്ചതോ? പറിച്ചുവിന്റെ വിയാപ്പിള. അങ്ങനെ പറയും, പറിച്ചുവിന്റെ വിയാപ്പിളാന്ന് പറയും. ഇതൊക്കെ കൊലായിലൊക്കെ ഇതൊന്നും ശ്രദ്ധിച്ചില്ല നമ്മള്. ചെടിക്കൊക്കെ വെള്ളം പാരുന്നുണ്ടെന്ന്. ഇന്ന് ചെടിക്ക് വെള്ളം പാർന്നല്ലോ. ഫുള്ള് മാറാമ്പലം മാറിയിട്ട് ആശിച്ചാക്കനോ പറഞ്ഞ ഈ മാറാമ്പലൊന്നും തട്ടി തരൂല. എന്നിട്ട് ഈ നീളമില്ലാത്ത എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും മനുഷ്യൻ. ഇങ്ങനൊക്കെ ചെയ്തിട്ടാണ് എല്ലാവരും നീളം വെക്കല്. പണിയെടുത്താലേ നീളം വെക്കുള്ളൂ. കസാലിന്റെ മുകളിൽ കേറിയിട്ട് വരെ എനിക്ക് നീളം കിട്ടുന്നില്ല. ഈ ഭാഗത്തേക്ക് അപ്പോ തണലുണ്ട്. ഈ തണൽ വേഗം അടുത്തറിയാൻ നിൽക്കാൻ കേട്ടോ. മക്കളെ എണീറ്റാൽ ഒന്നും സമ്മതിക്കില്ല. പക്ഷേ ഈ അടുത്ത് എണീറ്റാൽ ഈ പണിക്കൊന്നും സമ്മതിക്കില്ല. ഓന് ഇവിടെ കിടന്നിട്ട് ഓനും ഉണ്ടാവും. ഐസ് ഇവിടെ കിടന്നു ഉരുളലാണ്. അല്ല, ഐസ് ഇവിടെ കിടന്നു ഉരുളലാണ്. ഇതൊക്കെ അതായത് ഒരു ദിവസത്തെ ചവയലുകളാണ്. ഒരു ദിവസത്തെ ചവയലാണ്. അന്നാള് ഞാൻ വന്ന വീട്ടിലൊരാഴ്ച കൂടി വന്ന് നിന്നപ്പോൾ ഫുള്ള് ചവല. അത് അവിടെ കൊണ്ട് ഞാൻ കത്തിച്ചു. ഈ കൈക്ക് എന്തോ പറ്റും ചെയ്ത ചവല, കൈയൊഴുക്കി, കൈക്ക് എന്തോ പറ്റി. വലിയ ചൂടുകൊണ്ട് കൈയൊഴുക്കി. 45 വയസ്സായ അമ്മാമാണല്ലോ. പോയാ അപ്പൊ ഞാനിവിടെ കഴിച്ചത് വേഗം നമുക്ക് എത്തിക്കാറ്. പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ കൊഴുകിപ്പോയി. നമുക്ക് ആത്തമ്മ അടുക്കളൊക്കെ ഉണ്ടെങ്കിലല്ലോ അതൊക്കെ വൃത്തിയാക്കാനും ഉണ്ടായിരുന്നു. ചെമ്പ് മാത്രമൊക്കെ ഞാൻ വൃത്തിയാക്കി ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വൃത്തിയാക്കി വെച്ചു. നിങ്ങളൊരു 3 ലക്ഷം ആൾക്കാർ വന്നാലും ബിരിയാണി വെക്കാനുള്ള ചെമ്പൊക്കെ ഫർസ് ഇവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നോമ്പർ നമ്മൾ എല്ലാരെയും വിളിക്കും. അപ്പൊ എല്ലാരും പറഞ്ഞോ, നോമ്പറൊക്കെ എല്ലാരും ഞാൻ വിളിക്കും. ഞാൻ സ്റ്റോറി ഇടുന്നുണ്ട്. എല്ലാരും അറിഞ്ഞ കാലത്തെ മുന്നേ ഇവിടെ എത്തിക്കോളണം. എന്നപ്പോ വരുമ്പോൾ 2 കിലോ 2 കിലോ മത്തൊക്കെ മതിയോ? അല്ല, 2 കിലോ മത്തൊക്കെ. ഇത് ആശികാക്കന്റെ ഗുളികയും കാര്യങ്ങളും ഈ തേനൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കാണ്ട്. മെന്റലിന്റെ ഗുളികല്ല, അതിന്റെ മെന്റലിന്റെ അല്ല, ആശികാക്കന്റെ മെന്റലിന്റെ ആണ്. അപ്പൊ ഇനി പാത്രം ഈ തേനൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്ട് കുപ്പിയിലൊക്കെ എണ്ണൊക്കെ നിറച്ചാക്കാണ്ട്. ഇത് ഫർസുവിന്റെ ഒരു വീഡിയോ കാരോ കമന്റ് ഇട്ടാലും ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയിലാണോ വെളിച്ചെണ്ണ വരല്. അതിന് ശേഷം എന്നെ കൊണ്ട് ഓൺലൈനിൽ വാങ്ങിപ്പിച്ചത്. ഒരു കുപ്പിയും കൂടി വാങ്ങണം. ഓയിൽ സൺഫ്ലവർ ഓയിലും സാധാ ഓയിലും. ഇനി വെളിച്ചെണ്ണ പാക്കറ്റിലേക്ക് ഗ്യാസൊക്കെ വൃത്തിയാക്കാണ്ട് കറിയൊക്കെ. നമ്മളെ വാതിൽമലൊക്കെ ഫുള്ള് പൂപ്പലുകളുണ്ട്. ആ പൂപ്പലൊക്കെ നനച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് വെള്ളം പാർന്ന് അടിച്ച് കഴുകാനുണ്ട്. ഒക്കെ ഉണ്ട്. തേൻ ആരാ കുടിച്ചെന്ന് പറഞ്ഞതാ? തേനുണ്ട് ഇവിടെ മുഴുവൻ അടിച്ച് തീർത്തു. പാരസെറ്റമോളൊക്കെ ഒരു ദിവസം കൊണ്ട് 3 പാരസെറ്റമോള് കഴിച്ച ആശിക്കാക്ക. എന്താ ജാവാനാ? പിന്നെ തലവേദന ഗുളിക ഇതൊക്കെ പിടിച്ചൊക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അടുക്കളയും കൂടി ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അടുത്ത പണി എന്താന്ന് കാണിച്ചാൽ ഓക്കെ. ഇത്രയുള്ള പണി അതൊക്കെ ഞാൻ വൃത്തിയാക്കിയതാ. ഇത്രയൊക്കെ പണി മതിയില്ലേ? ഇവിടെ തൊടിക്കണം. ആ കസാലൊക്കെ നനച്ച് കുടിക്കാനുള്ള കസാലൊക്കെ പുതിയ കസാല ഒന്നും ആയിട്ടില്ല. ജനാലൊക്കെ തൊടിക്കാനുണ്ട്, അത്രേ ഉള്ളൂ. വേറെ പണി ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കാനുള്ളൂ. നമുക്ക് ഫ്രിഡ്ജും വാതിൽപ്പൊടിയൊക്കെ ഒന്ന് തുടച്ച് ഏകദേശം വൃത്തിയാക്കി വെച്ച് ഇനി ഫ്രിഡ്ജ് വാതില് ഫ്രിഡ്ജിന് നോവും. അത് കഴിഞ്ഞിട്ട് വാതിലും ഒക്കെ തുടിക്കാണ്ട് കേട്ടോ. ജനാലുണ്ട്, എല്ലാം തുടിച്ച് ക്ലിയർ ആക്കണം. അത് ഇച്ചിരി പെയിന്റ് മേടിച്ചു തന്നാൽ ഇനി പെയിന്റ് മേടിക്കുമോ?
ചൂടി കുത്തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങൾ ദിലീപ് പറഞ്ഞ പോലെ എന്താ പറയാ മുന്നേ കൂടെ അങ്ങനെ ഓട്ടും കുതിര ചാട്ടും കുതിര ചോടും കുതിര ചാടും കുതിര. ഈ വാതിലും കൂടി ഈ വാതിലൊക്കെ വാതിന്മേലൊക്കെ ഐസ് ഓരോന്ന് കൊണ്ടുപോയിട്ടിട്ട് പൂപ്പല് കയറിപ്പോയി ഇതിലെ അതിൻ്റെത് കൊത്ത് വരിക എന്താ പറയല് ആ സാധനം വരുന്നത് തുറക്കത്തും പൊടി. ഇതൊക്കെ അന്ന് കൂടിയ സമയത്ത് എല്ലാം വൃത്തിയാക്കിയതാണ്. അപ്പൊ ആകെ 2 മാസം. അപ്പൊ അതിന് മാത്രം ഒന്ന് വൃത്തിയാക്കാൻ അതിന് മാത്രം വലിയ കച്ചറകളൊന്നും ഇല്ല ഇവിടെ. ആദ്യത്തെ ഇവിടെ ഒക്കെ ഒന്ന് തൊടിക്കാറുണ്ട്. മേശൊക്കെ തൊടിച്ചാളെ അതൊക്കെ തുറന്നിട്ട് കുറച്ച് ശുദ്ധവായു കയറട്ടെ. ചൂട് ഇങ്ങോട്ട് അതേക്ക് തുറക്കാൻ കിട്ടുന്നില്ല. ഇതൊക്കെ കൂടിയ സമയത്ത് ഞാൻ അതൊക്കെ വൃത്തിയാക്കിയത്. അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ ഈ നനച്ചുളിയൊക്കെ കഴിഞ്ഞു എപ്പോഴാണൊക്കെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ എന്താ നോമ്പ് തുടങ്ങാൻ സമയത്താണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ എന്താ പറയാ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുവിധം എല്ലാ വീട്ടിലും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊക്കെ നോമ്പ് തുടങ്ങാൻ 1 ദിവസം 2 ദിവസം മുന്നേ ഉള്ള ഈ നനച്ചുളി പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നാ നോമ്പ് തിങ്കളാഴ്ച ചൊവ്വാഴ്ച അതിന്റെ ഉള്ളിലേക്ക് മാസം കാണട്ടെ. കാലിയാര് പർസു പറഞ്ഞ സ്ഥിതിക്ക് തിങ്കൾ പൊറപ്പിച്ചിരിക്കും. തിങ്കളാഴ്ച ചിലപ്പോൾ ചൊവ്വാഴ്ച ആയിട്ട് വരും. ഇനി കൊലായും കൂടി ഒന്ന് പൊടിച്ചാല് നമ്മളെ നെഞ്ചുള്ളിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടോ. ദായിസൂട്ട എന്താ ഉടുമാനൊന്നും നടക്കുന്നുണ്ട്. ഒരു മിക്സർ കൊടുത്തതാണ് ഇതൊക്കെ നല്ലോണം വൃത്തിയാക്കട്ടെ. ഇനി ഫുള്ള് ഇതിൽ കാണിക്കാൻ നിന്നാൽ ഈ ഒരു വ്ളോഗ് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഉണ്ടാവും. അതിനെക്കൊണ്ട് നമ്മള് ഇനി തുടച്ചും കൂടി കഴിഞ്ഞാല് നമ്മളെ അന്നത്തെ പരിപാടി. ഇതിവിടെ ഏകദേശം ഒരു 10-20 ജനാലുണ്ട് കേട്ടോ. മേലത്തവും കൂട്ടിയിട്ട് ആ കൂടി തുടച്ച് കഴിയുമ്പോഴത്തേന് ഒരു സമയമാവും. അതിനെ കൊണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്നാ പറഞ്ഞത്. എന്റെ പൊന്നോ അതും കൂടി നിങ്ങൾ കാണിക്കാൻ നിന്നുണ്ടെങ്കിൽ അവിടെ അന്റെ അവിടെ നിൽക്കേണ്ടി വരും. ഈ ജനാ തുറന്നു വിട്ട് നന്നായിട്ട് മുക്കിക്കാൻ പറ്റും. ഇനി ഇവിടൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്. തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ബേക്കിൽ ബീരാന്റെ ഫാഷൻ പരേഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ബീരാൻ അധികം ചെയ്യാത്തത്. ബീരാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്താളോ കേട്ടോ. ഇവിടെ വിട്ടുന്ന ഇല്ലാതെ ഇവിടെ തൊടിക്കാണ് വീണോ. അപ്പൊ ഇനി ഇവിടൊക്കെ തുടച്ച് കഴിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഐസ്മലൊക്കെ ഒരുജാതി കറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മഞ്ഞ. പക്ഷെ ഇത് നല്ല സ്മെല്ലുള്ള സാധനം. ഇത് എന്താ ഇനി ഇവിടെ വണ്ടിക്കാരനോട് വാങ്ങിയ സാധനമല്ലേ അത്? കൂടെ വരുന്ന വണ്ടിക്കാരുണ്ട് അയാളടുത്ത് വാങ്ങിയ. അപ്പം ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി എസ്ലി അവിടെ എണീച്ചിരിക്കണം. എസ്ലിനെ ഇനി മാറ്റിച്ചോട് കുളിപ്പിക്കാനൊക്കെ ഉണ്ട്. ആരോ ഒന്ന് പറഞ്ഞു എസ്ലിനെ ബാത്തിന്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ അവളെ ബാത്തപ്പൊക്കെ ഒന്ന് കാണിച്ചിരുന്നൊക്കെ ചോദിച്ചിരുന്നു. വെള്ളം നിറച്ചിങ്ങാണ്ട് അതിൽ മുക്കിങ് എടുക്കും. അതപ്പോൾ അത് ഞാൻ ചെയ്യാൻ പറ്റും. അതിന് മുന്നത്തെ വീഡിയോയിൽ ഇടയ്ക്കൊന്ന് കാണിച്ചിരിക്കുന്നുട്ടോ അതൊക്കെ. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നനച്ചുകുളിയും കാര്യങ്ങളൊക്കെ ഏകദേശം അതാ കഴിയാനായി. എന്നപ്പോൾ ഇനി നമുക്ക് നമ്മളെ റമദാനാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താ റമദാൻ ആശംസകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു സംശയം കണ്ണീർക്കൊക്കെ നോക്കിയപ്പോ എല്ലാവർക്കും എന്താ കിളി നോക്കി വാലാട്ടിക്കിളി വാലാട്ടിക്കിളി അതാണ് അപ്പൊ 2 വാലാട്ടിക്കിളി. കാക്കച്ചിയാണ്. നീണ്ട വാലാട്ടിക്കിളിയാണ്. വാലി കണ്ടോ? വാലി കണ്ടോ? ആ പൂവ് തിന്നാൻ വന്നത്. അതില് തേൻ കുടിക്കാൻ വന്നിക്കുക 2 ഇടക്കിടക്ക് ആശയദാരിദ്ര്യം കുടുങ്ങിയപ്പോ വാലാട്ടിക്കിളിനെ കാണിച്ചു. അതൊന്നല്ല ഞാൻ ആ കിളിനെ അവിടെ അങ്ങോട്ടേക്ക് നോക്കുമ്പോ മുറ്റത്തൊരു മൈന. അങ്കിൾ ഇത് ഇവിടെ കൃഷി ചെയ്യുന്നതാണോ? ആ ടോണിൽ അവള് ചോദിച്ചു. എന്നാ പൊയ്ക്കോ മതി. ഇത്രേ ഉള്ളൂ. പോയിക്കോളി. ഞാൻ അവിടെ ഒടിച്ച് വൃത്തിയാക്കട്ടെ. ഒറ്റ വെള്ളമൊക്കെ ഒളിച്ചിട്ടാ